ബ്രദറെ തൻ്റെ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ്. അതാ പഴയ കാലത്തെ വീടാണ്, കണ്ടോ. എന്നാൽ ഈ ഗ്രാമങ്ങളിൽ ചിലത് എന്താ വീടാ, AC-ക്ക് തുല്യമായിട്ട് ഉള്ള ഭവനമാണ്, കണ്ടോ. എന്താ രസമാണ്. ഇല്ല, ചേറതും വേണോ തമ്മി? ചക്കര വേണാങ്ക அங்கே போட்டு உங்க வீடு இப்போது இந்த மாதிரி வீடு எங்கேயும் இல்லை. அங்கே இருந்தவங்களா? சரி, வெரி குட். மா ஏசப்பா நம்புங்க, இங்கே உள்ள போகிறோம். சரி, வாங்கிட்டீங்களா? வெரி குட். அங்கேருந்து இங்கே வந்தாங்க. ഈ വീട്ടിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രേയറിനായിട്ട് ഞങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ്. അവർ ചായ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ മറ്റൊരു ഗ്രാമത്തിൽ കാണുവാനിടയായി തീരട്ടെ. നല്ല ഒരു എന്താ പറയുക, അനുഗ്രഹിക്കപ്പെട്ട ഒരു മേഖല തന്നെയാണ്. നോക്കുക, ആ മലകൾ, 4 ചുറ്റും മലകളാണ്, കണ്ടോ. അഞ്ചൽവാടിയുടെ 4 ചുറ്റും മലകൾ. അനുഗ്രഹിക്കപ്പെട്ട നല്ല മനുഷ്യർ. ട്രൈബൽസ് പ്രത്യേകിച്ച് അവർ ഭയങ്കര ഒരു സ്നേഹമുള്ള വ്യക്തികളാണ്. ആ പ്രിയപ്പെട്ടവരോട് ഈ വൈകിയ വേളയിൽ ദൈവനാമത്തെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കിയല്ലോ. இருக்க முடியாது, அதை கேன்சல் பண்ணி விட்ருங்க. அதையே இதுன்ட்டு அதை இது பண்ணிட்டு வேலை முடிஞ்சு. ദൈവതിരുനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സായം സന്ധ്യ. ഞങ്ങള് മഴ നനഞ്ഞാണ് വന്നത്. ഇവിടെ സേലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആണ്. നല്ല കൂളിംഗ് ആണ് മഴ പെയ്താൽ. കാരണം ഏർക്കാടെന്ന ടൂറിസ്റ്റ് മല 2500 സ്ക്വയർ ഫീറ്റ്, 2500 അടി ഹൈറ്റിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ ആ മലയുള്ളത് കൊണ്ട് മഴ പെയ്താൽ നല്ലൊരു അന്തരീക്ഷമാണ്. ഈ മഞ്ചൽവാടി എന്ന ഗ്രാമത്തിൽ ഇന്ന് വൈകിട്ട് വിജയകുമാർ പാൾച്ചിനനും ഞാനുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ വേറൊരു ഗ്രാമത്തിലേക്കാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്, സെലക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ കുറച്ച് വീടുകളേ ഉള്ളൂ, നമുക്ക് മഞ്ചൽവാടിയിലേക്ക് വരാം, ഒത്തിരി കാലമായി ഇവിടെ വന്നിട്ട്. അങ്ങനെ നിർബന്ധപൂർവം വന്നപ്പോൾ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അവരുടെ ജന്മദിനമാണെന്ന്. അപ്പോൾ ഈ ഗ്രാമത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരും സ്ട്രീറ്റിൽ അപ്പോ പാൽച്ചിന്നൻ നമ്മുടെ മുതൽ അമച്ചർ, അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ആ ജനങ്ങളിൽ പുതിയ നിയമത്തിന്റെ പകർപ്പും ട്രാക്സും വിതരണം ചെയ്യുവാനും ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇവിടെയുള്ള ജനത്തിന് മാത്രമല്ല, MLA അതുപോലെ രാഷ്ട്രീയ പ്രമുഖർക്ക് ട്രാക്സുകൾ വിതരണം ചെയ്ത് അത് ഭയഭക്തിയോടെ, രാഷ്ട്രീയക്കാർ വളരെ ബഹുമാനത്തോടെ, റെസ്പെക്റ്റോടെ ആ ട്രാക്സുകൾ കൈപ്പറ്റുവാനിടയായി തീർന്നു. മാത്രമല്ല ഞങ്ങളെ വെൽക്കം ചെയ്തു. ഒരു വലിയൊരു ഭാഗ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വീണ് കിട്ടിയത്. ഇവിടെ ആ ദൈവത്തിന്റെ കൃപയാണ് പ്രിയമുള്ളവർ. അത് കഴിഞ്ഞ് ഈ ഭവനത്തിലെ ഈ പ്രിയപ്പെട്ടവർ, ഈ എളിയ ഭവനത്തിൽ പാർക്കുന്ന ഈ പ്രിയ സഹോദരന്മാർ ഞങ്ങളെ ക്ഷണിച്ചു പ്രാർത്ഥനയ്ക്ക്. ചായ തന്നേക്കെയാണ്. ഇത് ഞങ്ങൾ കുടിച്ചിട്ട് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ വീണ്ടും
സേലത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. മഴ നനഞ്ഞാണ് വന്നത്. വീണ്ടും മഴയുടെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സുവിശേഷം അത് എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, ആ മംഗള ജയ ജയ സന്ദേശം വളരെ അനുഗ്രഹമാണ്. നമ്മളും വളരെ സന്തോഷത്തിലാണ്. ഇവിടെയുള്ള പ്രിയപ്പെട്ടവരും വലിയ സന്തോഷത്തിലാണ്. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ, അവരുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യം. ആ കർത്താവിന് നന്ദിയോടെ കോടാനുകോടി സ്തോത്രം ഈ വൈകിയവേളയിൽ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ വൈകിയവേളയിലെ ലൈവ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഇവിടെയുള്ള സുവിശേഷത്തിൻ്റെ വിജയത്തിൻ്റെ കാരണം. വീണ്ടും തുറന്ന് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ ഒരു വീടിൻ്റെ അവസ്ഥ? ഇതിനകത്ത് കയറി പോകണമെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞു പോകണം. കണ്ടോ, ഇതാണ് ഈ പ്രിയപ്പെട്ടവർ പാർക്കുന്ന ഭവനം. കിച്ചൺ, ഒരു റൂം, ഇതിനകത്ത് തന്നെ എല്ലാ സാധനങ്ങളും. നോക്കുക അവരുടെ ജീവിതാന്തരീക്ഷം. എങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ ദൈവം ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.